ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. നമ്മുടെ കമൻറ്റ് ബോക്സിൽ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷൻ ആയിട്ടുള്ള ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. പ്രപഞ്ചശക്തി തീരുമാനിച്ചവരിലേക്ക് മാത്രം എത്തിച്ചേരുന്ന റീഡിംഗ് ആണിത്. ഈ വ്യക്തി നിങ്ങളെ മാത്രം പ്രതീക്ഷിച്ചാണോ ഇരിക്കുന്നത്? അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡെയിലി നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും, അല്ലെങ്കിൽ യാദൃശികമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാകും, റാൻഡം ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ടാകും. അങ്ങനെ ഒരുപാട് വ്യൂവേഴ്സ് നമ്മുടെ ചാനലിൽ ഉണ്ടാകും. അപ്പോൾ ഉറപ്പായിട്ടും ഇത് കറക്റ്റായിട്ട് യൂണിവേഴ്സ് തീരുമാനിച്ചവരിലേക്ക് മാത്രം, അതായത് പ്രപഞ്ചശക്തി നമ്മൾ ആ ഒരു എനർജി വെച്ചിട്ടാണ് ഈ റീഡിംഗ് എടുക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ടോപ്പിക്കിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഇത് കാണുന്നത് ഒരു 100 പേരാണെങ്കിൽ പോലും അത് യൂണിവേഴ്സ് തീരുമാനിച്ച വ്യക്തികളായിരിക്കും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ റീഡിംഗ് കിട്ടുകയുള്ളൂ, ഇത് മുഴുവനും കാണാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഉറപ്പായിട്ടും എന്താ പറയുക, നിങ്ങളുടെ എനർജി, കാരണം നിങ്ങൾ ഇത് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ ഇത് കണ്ടിരിക്കണം എന്നുള്ളത്. അതുപോലെ നിങ്ങളുടെ എനർജി ഇവിടെ വരണം എന്നുള്ളതും യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണെങ്കിൽ പോലും ഇത് സ്പെഷ്യലൈസ് ചെയ്ത് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു റീഡിങ്ങും കൂടിയാണ്, എടുക്കാൻ പോകുന്ന ഒരു റീഡിങ്ങും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വ്യക്തി നിങ്ങളെ മാത്രം പ്രതീക്ഷിച്ചാണോ ഇരിക്കുന്നത്, ആ ഒരു റീഡിംഗ് ആണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അല്ലേ. നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ട്ഫുൾ ആയിരിക്കും ചിലപ്പോൾ, ഈ പേഴ്സൺ നിങ്ങളെ തന്നെ നോക്കിയാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ കണക്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് പലപ്പോഴും ചിലപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും അങ്ങനെ ഒരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം, അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എനർജി തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇംപാർഷ്യാലിറ്റി ആണ്. അതായത് ഈ പേഴ്സൺ നിങ്ങളെ തന്നെയാണോ, നിങ്ങളെ മാത്രം പ്രതീക്ഷിച്ചാണോ ഇരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് എടുത്ത് നോക്കുന്നത്. ഇവിടെ ആദ്യമൊക്കെ, അതായത് നമ്മൾ പാസ്റ്റ് എനർജി തൊട്ടെടുക്കുന്നുണ്ട്, പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ, ആ ഒരു ലെവലിലാണ് റീഡിങ് പോകുന്നത്. ഇവിടെ നമുക്ക് പാസ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ മാത്രം പ്രതീക്ഷിച്ചല്ല ഇരുന്നിരുന്നത്. അതായത് വേറെ ആൾക്കാരും ഈ പേഴ്സണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. പാസ്റ്റ് എനർജിയാണ് പറയുന്നത്, പണ്ടത്തെ കാര്യമാണ്. മേ ബി അതൊരു മാസങ്ങൾക്ക് മുമ്പോ വർഷങ്ങൾക്ക് മുമ്പോ ഉള്ള ഒരു കാര്യമായിരിക്കാം. ഇവിടെ ഇമ്പാർഷ്യാലിറ്റി. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവരിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. അതായത് ചിലപ്പോൾ ഈ പേഴ്സന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആകാം, ഗേൾ ഫ്രണ്ട് ആകാം, അങ്ങനത്തെ ഒരു എനർജി ആകാം, അല്ലെങ്കിൽ സ്വന്തം അച്ഛനും അമ്മയും ആകാം, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള റിലേറ്റീവ്സ് ആകാം, അല്ലെങ്കിൽ സ്വന്തം തീരുമാനങ്ങളോ അഹങ്കാരമോ ആകാം. അത് ഒരു വ്യക്തിയായിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം നമ്മുടെ ഒരു അഹങ്കാരം എന്ന് പറയുന്നതും നമ്മുടെ വേറൊരു വേർഷനാണ് അല്ലെ, നമ്മുടെ വേറൊരു പതിപ്പാണ്. അപ്പോൾ അതുമൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആ ഒരു സമയത്ത് ഉറപ്പായിട്ടും ഈ പേഴ്സൺ പാർഷ്യാലിറ്റി കാണിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ എനർജിയിലേക്ക് വരുമ്പോൾ ഇംപാർഷ്യാലിറ്റിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പേഴ്സൺ അത്തരം കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് അവർക്ക്, അതായത് മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ബഹുമാനം അവർക്ക് കൊടുക്കുകയും നിങ്ങൾക്കും ഈ റിലേഷൻഷിപ്പിനും തരേണ്ട ബഹുമാനം നിങ്ങൾക്ക് തരികയും ചെയ്യുന്ന ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇമ്പാർഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ പക്ഷാഭേദം, യാതൊരു തരത്തിലുള്ള പക്ഷാഭേദവും ഇല്ലാതെ ഒരു കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കാതെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോ ഒരു ലേഡി 2 ബക്കറ്റ് പൊക്കി ഇങ്ങനെ നടന്നു പോകുന്നത് കാണാം. രണ്ടിന്റെയും വെയിറ്റ് സെയിം ആണ്, ഒരേ വെയിറ്റ് ആണ്, ഒരേ എമൗണ്ട് ആണ്. അത് പിടിച്ചുകൊണ്ടാണ് നടന്നു പോകുന്നത്, ഒരേപോലെയാണ് പിടിച്ചിരിക്കുന്നത്. അതായത് അതൊരു ബാലൻസിങ് എനർജിയാണ്. അപ്പൊ ഉറപ്പായിട്ടും ആ ഒരു പക്ഷാഭേദം എല്ലാം മാറ്റി വെച്ചിട്ട് ഈക്വലൈസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ, അങ്ങനത്തെ ഒരു ധാരണയിലേക്കാണ് ഇപ്പോൾ ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. അർത്ഥം പണ്ട്, അതായത് നിങ്ങളായിട്ടുള്ള ദാമ്പത്യ ജീവിതമോ റിലേഷൻഷിപ്പോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അങ്ങനെ അല്ലായിരുന്നു.
മറ്റുള്ളവർക്കായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് സമയം ചെലവഴിച്ചിരുന്നത്. അവർ പറയുന്നതാണ് സത്യം, നിങ്ങൾ പറയുന്നതാണ് കള്ളം. ആ ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്താണ്, നിങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അത് ഈ പേഴ്സണ് ലഭിച്ചിട്ടുള്ള പല പാഠങ്ങളിലൂടെയും കൂടിയാണ് ഈ പേഴ്സൺ അത് പഠിക്കുന്നത്. ഓക്കെ, ഈ പേഴ്സൺ എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്? റിഫ്ലക്ഷൻ ആണ്. ബീങ് അവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി ആണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്നും അകന്നു പോയാലാണ് അതിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും മനസ്സിലാവുകയുള്ളൂ. സത്യമല്ലേ? അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എപ്പോഴും ഈ പേഴ്സന്റെ നിഴല് പോലെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഈ പേഴ്സന്റെ കൂടെ എപ്പോഴും നിങ്ങൾ നിഴല് പോലെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നു, സഹായിച്ചു, ഉപദേശിച്ചു, പരിചരിച്ചു, നല്ല രീതിയിൽ തന്നെ സ്നേഹം, വാത്സല്യം എന്തൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റോ അതെല്ലാം നിങ്ങൾ കൊടുത്തു. പക്ഷെ ആ ഒരു സമയത്തൊന്നും ഒരിക്കലും ഈ പേഴ്സൺ അത്രയും അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു അറ്റൻഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു പ്രാധാന്യം തന്നിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വിഷമവും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും അത് ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞിട്ടുണ്ടാകാം, വിഷമിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വളരെ തുറന്നടിച്ച പോലെ തന്നെ ഈ പേഴ്സന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ സഹതാപമായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ പല രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ എക്സ്പ്രസ്സേ ചെയ്തിട്ടില്ലായിരിക്കാം, പ്രകടിപ്പിച്ചിട്ടേ ഇല്ലായിരിക്കാം, എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടും കാണിക്കുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും ഇവിടെ ഈ പേഴ്സൺ ചിലപ്പോൾ അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നപ്പോഴാകാം, ചിലപ്പോൾ പാരന്റ്സോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരായിരിക്കാം ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റിയിട്ടുണ്ടാകുന്നത്. അപ്പൊ ആ ഒരു സെപ്പറേഷൻ പീരീഡിൽ ഈ പേഴ്സണ് കുറച്ച് കൂടുതൽ ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ നിന്നും അകന്നപ്പോഴാണ് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാധാന്യം, ഈ റിലേഷൻഷിപ്പിലുള്ള ഒരു ക്ലാരിറ്റി തിരിച്ചറിയുന്നത്, ഒരു വ്യക്തതയിലേക്ക് ഈ പേഴ്സൺ വരുന്നത് നിങ്ങളിൽ നിന്നും അകന്നപ്പോ തന്നെയാണ്. അത് ഈ പേഴ്സൺ ഉറപ്പിച്ചു പറയാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ. അത് നിങ്ങളുടെ വിജയം കൂടിയാണ്. ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് എനർജി നോക്കാം. ഇതൊരു പുൾ ഔട്ടിങ്, ഒരു പുൾ ഔട്ട് എനർജിയാണ്. അതായത് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിന്നും മാറിപ്പോയിട്ടുള്ള ഒരു എനർജിയാണ്. മിസ്റ്റിസിസം ആണ് കാണിക്കുന്നത്. ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇത് കുറച്ചായിട്ടുള്ളൂ, മേ ബി ആഴ്ചകളോ മാസങ്ങളോ ആയിട്ടുള്ളൂ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ചാടിപ്പോയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിത് റിവേഴ്സ് കിട്ടിയിട്ടുള്ളത്. അതായത് നമുക്ക് കാണാൻ സാധിക്കും, ഞാനിത് തല കുത്തി പിടിച്ചാൽ മനസ്സിലാവില്ലല്ലോ, അപ്പൊ നേരെ പിടിക്കാം. ഈ ഒരു കാർഡിന്റെ ഒരു ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അല്ലേ? ഡ്രസ്സൊക്കെ ഭയങ്കര ഒരു ഇതായിട്ട് നിൽക്കുകയാണ്, നമുക്ക് ഫേസ് കാണാൻ പറ്റുന്നില്ല. ആൻഡ് ഓൾസോ ഈ ഒരു ലേഡി ഏതോ വീട്ടിലോട്ടോ അങ്ങനെ എന്തൊക്കെയോ പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു മറവിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ, ഒരു കള്ളലക്ഷണം, മുഖമൊക്കെ മറച്ചു പിടിച്ച് പോകുന്ന ഒരു ലെവല്. അപ്പോൾ അത് മേ ബി അതൊരു മന്ത്രവാദമായിരിക്കാം, ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കിടയിൽ മനഃപൂർവ്വം നല്ല രീതിയിൽ പണി തരാനും പാര പണിയാനും ഒക്കെ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജിയും നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അത് ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും മറഞ്ഞു നിൽക്കുന്ന ഹിഡൻ ആയിട്ടുള്ള എനർജീസ് ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഇടയായിട്ട്, അതായത് കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ ആയിട്ടുള്ളൂ, ചിലപ്പോൾ ഒരു വർഷം അത്രേ ആയിട്ടുള്ളൂ. ഈ ഒരു നെഗറ്റീവ് എനർജി ഈ റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തേക്ക് ചാടിപ്പോയിട്ടുണ്ട്. അതൊരു പക്ഷെ ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആണെങ്കിൽ അതിന്റെ എനർജി ഇപ്പൊ കുറയുന്ന സമയമായിട്ടുണ്ടാകാം. എന്തിനേതിന് അതിന്റെ ഒരു എനർജി ഉണ്ടല്ലോ, അതിന്റെ ഒരു കാലാവധി ഉണ്ടല്ലോ. അപ്പൊ അത് ചിലപ്പോൾ കുറവ് വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി അത് മാറിപ്പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പരിഹാരം ചെയ്തിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷന്റെ ഭാഗമായിട്ട്, നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മാനിഫെസ്റ്റേഷന്റെ ഭാഗമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ അത് പ്രവർത്തിച്ച് ഈ ഒരു നെഗറ്റീവ് എനർജി പുൾ ഔട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി അതല്ല, ഒരു വ്യക്തിയാണ് നിങ്ങൾക്കിടയിൽ എന്താ പറയുക, ഇതുപോലെ ഫേക്ക് ആയിട്ട് ഫ്രോഡായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവരുടെ ആ ഒരു യഥാർത്ഥ മുഖം എന്താണോ അത് ഈ പേഴ്സൺ അറിയുന്ന ഒരു സിറ്റുവേഷനും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എനർജി വളരെ പെട്ടെന്ന് തന്നെ, അത് ഈ മാസങ്ങളോ ആഴ്ചകളോ ആയിട്ടുള്ളൂ, ഈ റിലേഷൻഷിപ്പിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ചാടിപ്പോയ, അതായത് റിലീസ് ചെയ്തു പോയ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്.
ആൻഡ് ഓൾസോ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു എനർജി എന്താണ് ഈ പേഴ്സന്റെ വെച്ച് നോക്കുകയാണെങ്കിൽ സേക്രഡ് ബ്രീത്ത് ആൻഡ് സൗണ്ട് ലൈഫ് ഫോഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഈ പേഴ്സൺ ഇപ്പോഴും വിശ്വസിക്കുന്നത് നിങ്ങളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കോംപ്രമൈസിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും, ഒരുപാട് വ്യക്തതകൾ, ഒരുപാട് സന്തോഷം, ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി, ഇതെല്ലാം ലഭിക്കുമെന്ന് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും മറ്റാരുടെയും കാല് പിടിക്കാനോ മറ്റാരുടെയും സാന്നിധ്യത്തിന് വേണ്ടി ഈ പേഴ്സൺ കാത്തു നിൽക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾക്കിടയിൽ ഇടനിലക്കാരുണ്ടായിട്ടുണ്ടാകാം, മധ്യസ്ഥത വഹിക്കുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ടാകാം. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് ആ പേഴ്സന്റെ ഫ്രണ്ട്, അപ്പോൾ മ്യൂച്വൽ ഫ്രണ്ട്, ആ ഒരു രീതി. പക്ഷെ അതിലേക്കൊന്നും ഈ പേഴ്സൺ ഇപ്പൊ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. നിങ്ങളുമായിട്ട് ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തി വിശ്വസിക്കുന്നത് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ വ്യക്തി വിശ്വസിക്കുന്നത് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സംസാരത്തിന് അത്രയും വലിയ പ്രാധാന്യമുണ്ട്. സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സീക്വൻസ് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റും എന്ന് ഈ പേഴ്സൺ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതെന്തുകൊണ്ടോ ഒരു നല്ലൊരു മനസ്സുള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. എത്ര വലിയ പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും ഉണ്ടായാൽ പോലും ഒരു സംസാരത്തിലൂടെ അതെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും. അതായത് മധ്യസ്ഥത വഹിക്കാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല, മറ്റാരും വഴി നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, അതിനാണ് ആഗ്രഹിക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതായപ്പോൾ തന്നെ ഈ പേഴ്സണ് കംപ്ലീറ്റ്ലി ഒരു ലോസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു. ചിലപ്പോൾ ഇതൊരു പാസ്റ്റ് എനർജി ആയിരിക്കാം. കാരണം ഇവിടെ സാധ്യതകൾ എല്ലാ തലത്തിലും നിങ്ങളിലൂടെ മാത്രമായിരുന്നു. അപ്പൊ സാധ്യതകൾ എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ ഇപ്പം മുന്നോട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങളാണ് കാശ് കൊടുത്തിരുന്നത്, അങ്ങനെയല്ല, ചിലപ്പോൾ അങ്ങനെയും ആകാം. അതല്ലെങ്കിൽ പോലും എല്ലാ തലത്തിലും ഈ പേഴ്സണ് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം, ഒരു ആർജവം, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി, ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഈ പേഴ്സണ് ലഭിച്ചിരുന്നത് നിങ്ങളിൽ നിന്ന് മാത്രമാണ്. ഒരുപക്ഷെ ഈ പേഴ്സന്റെ ജീവിതത്തിൽ പറയാനായിട്ടുള്ള ഒരുപാട് സുവർണ കാലഘട്ടങ്ങൾ, മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ആരുമായിട്ടുള്ളതില്ല. കാരണം വേറെ എല്ലാവരിൽ നിന്നും ഈ പേഴ്സൺ അടിയും തൊഴിയും, അല്ലെങ്കിൽ തല്ല് പിടിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക ദൂരേക്ക് വിടുക, പറ്റിക്കുക, ചതിക്കുക, ഇതൊക്കെ തന്നെയാണ് ഈ പേഴ്സണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ എപ്പോഴും സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ടും അത് ആത്മാർത്ഥതയോട് കൂടി തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിന്നും മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സന്റെ ആത്മാവ് നഷ്ടപ്പെട്ടതിന് തുല്യമായിരുന്നു നിങ്ങളെ നഷ്ടപ്പെട്ടുണ്ടായ അവസ്ഥ. ആ ഒരു അവസ്ഥ ഈ പേഴ്സൺ എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് എപ്പോഴും സ്നേഹം കിട്ടിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല, ആ വ്യക്തിയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല. പക്ഷെ അത് പെട്ടെന്ന് ഒരു ദിവസം നിന്നു പോയപ്പോഴാണ് ഈ പേഴ്സൺ അത് നോട്ടീസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എനർജി, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പേഴ്സന്റെ മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫേറ്റഡ് മീറ്റിംഗ് ആണ്. അതായത് ഉറപ്പായിട്ടും ഇതൊരു വിധിക്കപ്പെട്ട ഒരു കണ്ടുമുട്ടലാണ്. ഒരിക്കലും ഇതിനെ മറിക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. പലപ്പോഴും ഈ പേഴ്സൺ വിചാരിച്ചിട്ടുണ്ടാകാം ഇത് ചിലപ്പോൾ ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട്, ഓക്കെ, എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു കണക്ഷനാണ്, അല്ലെങ്കിൽ കുറച്ച് കാലഘട്ടത്തേക്കേ ഈ റിലേഷൻഷിപ്പ് ഉണ്ടാകുള്ളൂ, അത് കഴിഞ്ഞാൽ ഈ പേഴ്സന്റെ വഴിക്ക് പോകും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകും. പക്ഷെ ഒരിക്കലും അല്ല. ഈ പേഴ്സൺ ഇപ്പൊ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുറമേ ആണെങ്കിലും അകമേ ആണെങ്കിലും ഒരേപോലെ ഒരു ഉപാധികളില്ലാതെ, ഒരു ലിമിറ്റേഷൻസ് ഇല്ലാതെ, ഒരു ബൗണ്ടറീസ് ഇല്ലാതെ, കണ്ടീഷൻസ് ഇല്ലാതെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ദൈവം ഒന്നിപ്പിച്ചതാണ്, അല്ലെങ്കിൽ ഇതൊരു വിധിയാണ്, അല്ലെങ്കിൽ ദൈവ നിയോഗമാണ്, അല്ലെങ്കിൽ ഏതോ ഒരു അദൃശ്യ ശക്തി ഒന്നിപ്പിച്ചതാണ്, കണ്ടുമുട്ടിപ്പിച്ചതാണ്. ഇങ്ങനെയൊക്കെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. ആക്ച്വലി അത് തന്നെയാണ് സത്യം. അപ്പോൾ ഈ ഒരു തിരിച്ചറിവിലേക്ക് ഈ വ്യക്തിക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ചധികം കാലഘട്ടം എടുത്തു എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരുപാട് ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ എടുത്തിട്ടുണ്ടാകാം. ചിലപ്പോൾ പല രീതിയിലും നിങ്ങൾ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ബിക്കോസ് ഇത് ഗോഡാണ് ഇവിടെ ഏറ്റവും കൂടുതൽ, ഗോഡ് അതുപോലെ യൂണിവേഴ്സ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇതിനെ എന്താണ് അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ,
ആൻഡ് ഓൾസോ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ദ മൂൺ എനർജിയാണ്. ചില സമയത്ത് ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചന്ദ്രഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകാം. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കണ്ടിന്യൂ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ചില സമയത്ത് ഒരു മന്ദത ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ട്. അതായത് ഒരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, എന്ത് തീരുമാനിക്കണം, എന്ത് പറയണം, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അത് തീർത്തും ഒരു ചാലഞ്ച് ആയിട്ട് നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിനെ മറികടക്കാനാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്കായിരിക്കാം ചിലപ്പോൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും പ്രാർത്ഥന, മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നു. പക്ഷെ അതൊരു നമ്മുടെ സോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള, നമ്മുടെ ആത്മാവ് അതിനെ മറികടക്കേണ്ടതായിട്ടുള്ള ഒരു കർമ്മം അവിടെ ഉണ്ടാകും. ആ ഒരു കർമ്മമാണ് യൂണിവേഴ്സ് നമ്മളുടെ ലൈഫിലേക്ക് ഇട്ട് തരുന്നത്. അപ്പൊ അതിനെ മറികടക്കാനുള്ള ആർജവമാണ് കാണിക്കേണ്ടത്. അല്ലാതെ അതിന്റെ മുന്നിൽ വെച്ചിട്ട് തോറ്റോടാനായിട്ട് നിൽക്കരുത്. ബിക്കോസ് നിങ്ങളുടെ സോൾ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പൊ ചില സമയത്ത് ഒരു മന്ദത കാണിക്കുന്നുണ്ട്. അതായത് ഒരു സ്റ്റോപ്പായിട്ട് നിന്ന് പോകുന്ന ഒരു അവസ്ഥ, പെട്ടെന്നൊന്ന് സ്റ്റോപ്പ് ആകും. മര്യാദക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ പെട്ടെന്ന് സ്റ്റോപ്പ് ആകുന്ന ഒരു അവസ്ഥ, പെട്ടെന്ന് എനർജി പോവുക. പക്ഷെ അത് തീർത്തും നിങ്ങളിൽ തന്നെ അത് നിങ്ങൾ സംരക്ഷിച്ച് അതിനെ പരിപാലിച്ച് അതിനെ മറികടക്കാനായിട്ട് നോക്കണം. ആൻഡ് ഓൾസോ ഓവറോൾ എനർജീസ് ദ എക്സ് ആണ്. യെസ്, നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ആ എക്സിന്റെ എനർജി ആദ്യമേ തന്നെ കിട്ടി. എക്സ് ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡ് ഓർ വൈഫ്, ആ ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഈ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളായിരിക്കാം, ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ഹീലാകാൻ വേണ്ടിയിട്ട് എന്താ പറയാ, ഈ റിലേഷൻഷിപ്പിനെ കൊണ്ട് സാധിച്ചു എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളും. ഓക്കെ, യൂണിവേഴ്സും അത് തന്നെയാണ് പറയുന്നത്. ബിക്കോസ് നമുക്കിതൊരു യൂണിവേഴ്സിന്റെ എനർജിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്, ആ ഒരു ഓൾഡ് എനർജിയാണ്. അപ്പൊ അത് ചിലപ്പോൾ അത്രയും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, നിങ്ങൾ രണ്ടുപേരെ. മനസ്സിലായോ? അപ്പൊ അതിൽ നിന്നൊക്കെ ഹീലാകാനായിട്ട് ഈ റിലേഷൻഷിപ്പിനെ കൊണ്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. സാധിക്കും, നിങ്ങൾക്ക് ഹീലാകാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ടോറസ് എനർജി കിട്ടിയിട്ടുണ്ട്. സ്ട്രേഞ്ചർ, 666, റഷ്യ, UK, മേ ബി ആക്ടിംഗ് ഫീൽഡ് ആയിരിക്കാം, 10 year, 1 week, 333, ഫുൾ മൂൺ പ്രെയർ, ഉത്രം, നെക്ക്. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.